പ്രിയമുള്ളവരെ, വിജയത്തിലേക്കുള്ള പാത എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൗക്കത്തലി KP, കോഴിക്കോട് ജില്ലയിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ പൊറ്റമ്മൽ പ്രദേശത്ത് താമസിക്കുന്നു. വിജയഗാഥ 1 എന്ന പേരിൽ ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി വിജയഗാഥ 2 ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. സ്കൂളിൻ്റെ പടി പോലും കാണാതെ SSLC പാസ്സായപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമായി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഉപദേശപ്രകാരം ഞാൻ പ്രീ ഡിഗ്രി പ്രൈവറ്റായി എഴുതുവാനുള്ള വഴികൾ അന്വേഷിച്ചു. അങ്ങനെ 1989 പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുന്നതിനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തു. പുസ്തകങ്ങൾ സമാഹരിക്കുകയും വായിച്ച് പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 1991 പ്രീ ഡിഗ്രി പ്രൈവറ്റായി എഴുതി പാസ്സായി. അത് എനിക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്നതിന് ഇടയാക്കി. അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ അകമഴിഞ്ഞ പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ആയപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കുവാൻ താല്പര്യമായി. അങ്ങനെ 1991 ഡിഗ്രി പരീക്ഷ എഴുതുന്നതിനായി പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തു. BA ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ 1-ാം വർഷത്തെ പുസ്തകങ്ങൾ സമാഹരിക്കുകയും വായിച്ച് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു. അങ്ങനെ 1994 BA ഇംഗ്ലീഷ് പാസ്സായി. പാഠ്യേതര പുസ്തകങ്ങളും ഞാൻ വായിക്കാൻ തുടങ്ങി. പല മഹാന്മാരുടെയും ചരിത്രങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ സംഭാവനകളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ വായനയും അറിവും വലിയ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. കൈകാലുകൾ തളർന്ന് ജീവിതത്തെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസവും ഇല്ലാതെ നിരാശയിൽ കഴിയുന്നതിനിടയിലാണ് വിദ്യാഭ്യാസം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയായി വരികയും അത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്തത്. പല അറിവുണ്ടായിക്കഴിഞ്ഞാൽ ഒരു വഴി മാത്രമല്ല, പല വഴികൾ നമുക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു അറിവുണ്ടാകുമ്പോൾ അത് ഭിന്നശേഷിക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ജീവിതം വളരെ സംതൃപ്തിയോടുകൂടി നയിക്കുന്നതിനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തളർന്നവരൊന്നും നിരാശപ്പെടേണ്ടതില്ല. എല്ലാവർക്കും എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. അപ്പോൾ ആ നിലക്ക് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു പാഠം പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ഒരാളുടെയും കഴിവിനെ ചെറുതായി കാണരുത്. ഒരാളുടെയും കഴിവുകളെ പരിമിതപ്പെടുത്തരുത്. പലരുടെയും കഴിവുകൾ പല വിധത്തിലാണ്. കഴിവ് എന്ന് പറഞ്ഞാൽ കാലുകളോ കൈകളോ അല്ല. ബുദ്ധിയുണ്ടെങ്കിൽ 100 കൈയും 100 കാലും പുറത്തു നിന്ന് വില കൊടുത്ത് വാങ്ങി ചലിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വൈകല്യം വരുമ്പോഴേക്കും തളർന്നുപോയി ഇനി എനിക്കൊന്നുമാകില്ല എന്നുള്ള രീതിയിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ ജീവിതം തളച്ചിടരുത് എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് അറിയിക്കുവാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭിന്നശേഷിക്കാരുടെ ഭിന്നമായ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിലല്ല പലരും അവരുടെ കഴിവുകളെ പരിമിതപ്പെടുത്തുകയും
അവരുടെ കഴിവുകളെ അംഗീകരിക്കാതിരിക്കുകയും അവരുടെ കഴിവുകളെ ചെറുതായി കാണുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളെ ഭിന്നശേഷിക്കാരെ സാധാരണ ജീവിതം നയിക്കുന്നതിനുള്ള സപ്പോർട്ട് നൽകുകയുമാണ് വേണ്ടത്. എല്ലാവർക്കും പ്രാപ്യമായ ഒരു സംതൃപ്ത ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കുകയും എല്ലാവരും ഈ കാര്യത്തിൽ ത്തോടുകൂടി പ്രവർത്തിച്ച് ഭിന്നശേഷിക്കാരായ ഹതഭാഗ്യരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട.